താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട നിർധന കുടുംബത്തിന് കൈത്താങ്ങായി KSEB ജീവനക്കാർ. കാനൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ദുരിതത്തിലായ കുടുംബത്തിന്റെ കുടിശ്ശിക തുകയടച്ച് സ്വന്തം ചെലവിൽ വയറിംഗ് നടത്തി പുതിയ വൈദ്യുതി കണക്ഷൻ നൽകി മാതൃകയായത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട നിർധന കുടുംബത്തിന് കൈത്താങ്ങായി KSEB ജീവനക്കാർ. കാനൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് ദുരിതത്തിലായ കുടുംബത്തിന്റെ കുടിശ്ശിക തുകയടച്ച് സ്വന്തം ചെലവിൽ വയറിംഗ് നടത്തി പുതിയ വൈദ്യുതി കണക്ഷൻ നൽകി മാതൃകയായത്. പ്രദേശവാസിയായ ശ്രീകലയുടെ വീടിനോട് ചേർന്നുള്ള കാർഷിക കണക്ഷനുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കാൻ ജീവനക്കാർ ഇവരുടെ വീട് സന്ദർശിച്ചപ്പോഴാണ് വീട് പൂർണ്ണമായും ഇരുട്ടിലാണെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദയനീയമായ സാഹചര്യം പുറത്തറിഞ്ഞത്. മുൻപ് ഈ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ വീടിൻ്റെ തകർച്ച നേരിടുന്ന അവസ്ഥ മൂലം ഭിത്തിയിലൂടെ വെള്ളം ഇറങ്ങി വയറിംഗ് പൂർണ്ണമായും കേടാവുകയായിരുന്നു. ഇത് വലിയ രീതിയിൽ വൈദ്യുതി ലീക്കേജിലേക്ക് കാരണമാവുകയും ഭീമമായ തുക ബില്ലായി വരികയും ചെയ്തു. നിർധനയായ ശ്രീകലയ്ക്ക് ഈ തുകയടയ്ക്കാൻ സാധിക്കാതെ വന്നതോടെ കുടിശ്ശികയായി 6 മാസത്തിനു ശേഷം KSEB അധികൃതർക്ക് കണക്ഷൻ വിച്ഛേദിക്കേണ്ടി വരികയായിരുന്നു. കുടുംബത്തിന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കിയ കാനൂർ സെക്ഷനിലെ ജീവനക്കാർ ഒത്തുചേർന്ന് ഇവർക്ക് സഹായമേകാൻ തീരുമാനിക്കുകയായിരുന്നു. ജീവനക്കാർ സ്വന്തം കയ്യിൽ നിന്നും പണം സമാഹരിച്ച് വൈദ്യുതി കുടിശ്ശികയും ഇൻസ്പെക്ഷൻ ബില്ലും ഉൾപ്പെടെയുള്ള തുക മുഴുവനായി അടച്ചു തീർത്തു. മാത്രമല്ല, വീടിന്റെ വയറിംഗ് പൂർണ്ണമായും പുതിയതായി ചെയ്തു നൽകുകയും സർവീസ് കണക്ഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ട ചാർജ് അടച്ച് പുതിയ മീറ്ററും കണക്ഷനും സ്ഥാപിച്ചു നൽകുകയും ചെയ്തു. ഇതിനു മുൻപ് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ഒരു ആവശ്യമായി ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമുക്ക് വരേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോഴാണ് ഇങ്ങനൊരു കാര്യം ശ്രദ്ധയപ്പെട്ടത്. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. വീട്ടിൽ വൈദ്യുതി കണക്ഷൻ്റെ വീടിൻ്റെ അവസ്ഥ മോശമാണ്. കാരണം മുൻകൂടെ കണക്ഷൻ ഉണ്ടായിരുന്നതാണ്. അത് പോകാനായിട്ടുള്ള കാരണം വന്നത് വീടിൻ്റെ വയറിങ് മോശമായതും ഭിത്തിയിൽ കൂടി വെള്ളം ഒഴുകുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എർത്തായി പോയത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുടിശ്ശിക തീർക്കാൻ സാധിക്കാതിരുന്നതിൻ്റെ പേരിൽ കണക്ഷൻ പൈസ അടയ്ക്കാതെ വന്നതിൻ്റെ പേരിൽ അഴിച്ചു മാറ്റേണ്ടി വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഇരുട്ടത്താണ്, അകത്തുള്ള കണ്ടീഷനൊക്കെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരാൾക്ക് നമ്മളെ കഴിയുന്ന സഹായം ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണ് ഇതിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അരിയേഴ്സ് ഉണ്ടായിരുന്നു, നമ്മൾ തീർത്തു. അതുകൂടാണ്ട് ഒരു ഇൻസ്പെക്ഷൻ ബില്ലുണ്ടായിരുന്നു, അത് നമ്മൾ തീർത്തു. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി വയറിങ്ങിന് വേണ്ടി ഒരു സ്പോൺസറെ കണ്ടെത്തി. അതുകൂടാതെ കണക്ഷന് വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ തന്നെ ജീവനക്കാരനായിട്ടുള്ള ഡെന്നീസ് അതിന് വേണ്ടിയിട്ടുള്ള തുക കണ്ടെത്തി. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ചിലവ് വന്നിരിക്കുന്ന ഏകദേശം 15,000 രൂപയോളമാണ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് വെളിച്ചം കൊടുക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചാണെങ്കിലും സന്തോഷം പകരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിവിടെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ ജീവനക്കാരുടെ എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുന്നു. KSEB ജീവനക്കാരുടെ ഈ നന്മ നിറഞ്ഞ പ്രവൃത്തിയെ നാട്ടുകാരും ജനപ്രതിനിധികളും അഭിനന്ദിച്ചു. നല്ലത് പറയുന്നു, നല്ല മനസ്സിന് നന്ദി പറയുന്നു.